ഇന്നലെയും ഇന്നുമായി നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസ് ആണ്. സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഷോയിലേക്ക് റീ എൻട്രി ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചവിട്ടി പുറത്താക്കിയ ഷോയിലേക്ക് സിബിനെ തിരിച്ചു വിളിക്കുന്നതിന് പുറകെയുള്ള ചേതോ വികാരം എന്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബിഗ് ബോസും ഏഷ്യനെറ്റും ലാലേട്ടനുമെല്ലാം അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഒരു പ്രായശ്ചിത്തം പോലെ സിബിന് കൊടുക്കുന്ന ഒരു ചാൻസ് ആണ് ഇതെന്ന്? അതോ സിബിൻ പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ സിബിനിട്ടൊരു നല്ല മുട്ടം പടി കൊടുക്കാനായിക്കൂടെ? അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ നിലപാടുകളോട് ഒത്തു നിൽക്കുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ലൈക്ക്, കമന്റ്സ് എല്ലാം വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തായ സമയത്ത് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് നൽകിയ ഇൻഫർമേഷൻ, സിബിൻ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം പുറത്തേക്ക് പോകുന്നു. പക്ഷേ സിബിൻ ആദ്യമായി നമുക്ക് നൽകിയ ഇൻഫർമേഷൻ, സിബിന് യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല. ബിഗ് ബോസ് ക്രൂ സിബിനെ ഇൻഫോം ചെയ്തത് സിബിന് ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, വേറെ ഒരു റീസൺസും പറഞ്ഞില്ല. ഇങ്ങനെ രണ്ട് അബ്സല്യൂട്ട്ലി ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് സിബിൻ പുറത്തായ സമയത്ത് പ്രേക്ഷകരായ നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നിലനിൽക്കുമ്പോൾ തന്നെ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഒരു എൻട്രി സിബിന് ഏഷ്യനൈറ്റ്, ബിഗ് ബോസ് അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് റെഡിയാക്കി കൊടുത്തു? അപ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പല സംശയങ്ങളുണ്ട്. സിബിൻ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തായപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഇൻഫർമേഷൻ, സിബിൻ മീഡിയാസിനോട് പറഞ്ഞത് അല്ലെങ്കിൽ സിബിൻ നമ്മളോട് പറഞ്ഞത്, എന്നെ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താക്കി എന്റെ ആഗ്രഹപ്രകാരമല്ലായിരുന്നു. ഓഫ് കോഴ്സ് അത് ബിഗ് ബോസിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അല്ലെങ്കിൽ സിബിൻ പറഞ്ഞായിരുന്നു, ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു പേഴ്സൺ ആണ്, അങ്ങനെ ഒരു വ്യക്തി വന്ന് പെട്ടെന്ന് എന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ, ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വളരെ എന്താ പറയാ ഷോക്ക്ഡ് ആയി പോയി. അതെന്നെ വളരെ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്തു എന്നെല്ലാം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞ സിബിൻ തിരിച്ച് ആ ബിഗ് ബോസ് ഷോയിലേക്ക് ചെന്നാൽ സിബിന്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് കൃത്യമായിട്ട് അറിയാം സിബിന് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഒരു റീ എൻട്രി ഈ വീക്കെൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഒരു 2-3 പ്രൊമോ നല്ല അടിപൊളി മാസ് BGM ഒക്കെ ഇട്ട് ബിഗ് ബോസ് അണ്ണൻ പ്രേക്ഷകരുടെ ഇടയിലേക്ക് കൊണ്ടുവരും. നമ്മളെ വീണ്ടും പൊട്ടന്മാരാക്കാനും വിഡ്ഢികളാക്കാനും വേണ്ടി ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ ആ ഷോയിൽ കൊണ്ടിട്ട് പിന്നെ കാണിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സിബിനെ ഈ ഷോയിലേക്ക് കൊണ്ടുവരുന്നത് വളർത്താൻ വേണ്ടിയിട്ടാണെന്ന്? ഒരിക്കലുമല്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കൂടി തോന്നുന്നില്ല. സിബിൻ ആ ഷോയില് ഇനിയും പോകുന്നുണ്ടെങ്കിൽ സിബിന് നല്ല പണി കിട്ടുന്നുള്ളതിന് ഒരു സംശയം വേണ്ട. പല ആളുകളും പല കമന്റ്സിൽ പല വീഡിയോകളുടെ താഴെ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല സിബിൻ ബിഗ് ബോസ് ഷോയിലേക്ക് പോകണ്ട എന്ന്. എനിക്ക് പറയാനുള്ളത്, വീണ്ടും ഒരു എൻട്രി ബിഗ് ബോസ് ഷോയിലേക്ക് ഉണ്ടെങ്കിൽ സിബിൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ചാൻസ് കിട്ടിയാൽ നമുക്ക് എങ്ങനെ പണി തരാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഇവരുടെ ഇടയിലേക്ക് ഇനിയും സിബിൻ പോകുന്നുണ്ടെങ്കിൽ സിബിൻ എത്രമാത്രം ആലോചിക്കണം, ഏ കാര്യങ്ങൾ ചിന്തിച്ച് തന്നെ ചെയ്യണം. ഓടിപ്പിടിച്ച് ഒരു ഡിസിഷൻ എടുത്ത് ചെന്ന് പണി മേടിക്കുക. കാരണം നമ്മൾ ഇവർ ഹിസ്റ്ററി പരിശോധിക്കാന്നുണ്ടെങ്കിൽ ഇവരാരെയൊക്കെ, എസ്പെഷ്യലി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഷോയിലേക്ക് ചലഞ്ചറായി കൊണ്ടുപോയിട്ട് ആൾക്ക് കൊടുത്ത പണി നമ്മൾ ആരും മറന്നിട്ടില്ല. കളിയാക്കി എത്രമാത്രം അധിക്ഷേപിക്കാവോ അതുപോലെയാണ് ഷോയിൽ നിന്ന് ഡോക്ടറെ പുറത്തിറക്കി വിട്ടത്. അങ്ങനെ അന്ന് സംഭവിച്ച ഒരു കാര്യങ്ങളും അവരാരും നമ്മളെ ലൈവിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ വീഡിയോ നമ്മൾ കേൾക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അവിടെ എന്തുമാത്രം ചതി നടന്നിട്ടുണ്ടെന്ന്. ഡോക്ടർ കൃത്യമായി പറയുന്നുണ്ട്. ആ കൺഫെഷൻ റൂമിൽ നടന്ന ഒരു കാര്യവും നമ്മൾ കണ്ടിട്ടില്ല. ആകെ ഒരു ചെറിയ ഡോക്ടർ സോറി പറയുന്ന ഒരു ഭാഗം മാത്രം കാട്ടിയിട്ട് ബാക്കിയെല്ലാം അണ്ണന്മാര് സ്വയം വെളുപ്പിച്ച് വൈറ്റ് വാഷ് അടിച്ച് അവരുടെ കാര്യങ്ങൾ ന്യായീകരിക്കുക ചെയ്തത്. പുറത്തു വന്ന ഡോക്ടർക്ക് എന്തുമാത്രം ഡീഗ്രേഡിംഗ് ആണ്, എത്രമാത്രം ആളുകളാണ് ട്രോളുകളും വീഡിയോസ് കിട്ടി ഡോക്ടറെ കളിയാക്കിയതെന്ന്. സോ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഏകദേശം അതേ സിറ്റുവേഷനിലാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നാറികള് സിബിനെ ബിഗ് ബോസ് ഷോയിലേക്ക് തിരിച്ചു വിളിക്കുന്നത് സിബിനിട്ട് ഉണ്ടാക്കിയതിന് ഒരു മാപ്പൊക്കെ പറഞ്ഞ് സിബിനെ ബിഗ് ബോസ് സീസൺ 6 വിജയിയായി പ്രഖ്യാപിച്ച് കപ്പ് കൊടുത്ത് വീട്ടിലേക്ക് വിടാനാണെന്നാണോ നിങ്ങളിൽ ആരെങ്കിലും വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു വിചാരവും വേണ്ട.
നിങ്ങൾക്കറിയാം, സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് മലയാളം സീസന്റെ ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇതുപോലെ ഒരാഴ്ച കൊണ്ട് ഇത്രമാത്രം ജനപ്രീതി നേടിയ ഒരു കണ്ടസ്റ്റന്റ്. അയാൾ നേടിയ ആ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ മനസ്സുകളിലൊക്കെയുള്ള സിബിനെ തകർത്ത് കളഞ്ഞ് എത്രമാത്രം ഇപ്പൊ തകർത്ത രീതിയിലല്ല, ഇതിലും വേഴ്സായിട്ട് തിരിച്ചയക്കാനായിരിക്കും. അല്ലെങ്കിൽ അണ്ണമാരുടെ മറ്റൊരു പണിയും കൂടി ഞാൻ പറയാം. സിബിൻ എന്നെ പറഞ്ഞ കണ്ടസ്റ്റിനെ തിരിച്ചു വിളിച്ചതിന് ശേഷം ഇപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മുടെ ഈ ചാനലിന്റെയും ഈ ഷോയുടെയും ഒക്കെ പോക്ക് ഏത് വഴിക്കാണെന്ന്. ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ അവര് പെട്ട് നിൽക്കാണ്, നാണം കെട്ട് നാറി നിൽക്കാണ്. പുറത്തു പോയതോടുകൂടി TRP തകിട്ട മറിഞ്ഞെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾക്ക് പോലും ഷോ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, കാരണം കാണാൻ മാത്രമുള്ള ഒരു സാധനവും അതിനകത്തില്ല. ആർക്കറിയാം, നമ്മുടെ സിബിൻ വരുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഷോയുടെ TRP നിലനിർത്തിക്കൊണ്ട് പോയത് ജാബ്രികളുടെ കാമപ്പേക്കൂത്തുകൾ വഴിയാണ്. സിബിൻ വന്നതിന് ശേഷമാണ് ശരിക്കും പറയുകയാണെങ്കിൽ പ്രേക്ഷകര് ഈ ഷോ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അത് തുടങ്ങി TRP ഒക്കെ ഉയർന്ന് നല്ല റേഞ്ചിൽ വരുന്ന സമയത്താണ് ഇവന്മാരുടെ അടുത്ത ഉടായ്പ്. സിബിൻ നന്നായി കളിച്ച് ഷോ അടിപൊളിയായി മുന്നോട്ട് പോയപ്പോ അവർക്കിത് പിടിച്ചില്ല. കാരണം അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അതിനൊരിക്കലും അണ്ണന്മാര് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അവരുടെ പുതിയ ഐഡിയ ലാലേട്ടൻ വന്നപ്പോ അടിപൊളി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് ഈ മനുഷ്യനെ ഇത്രമാത്രം തകർത്ത് മാനസിക നില തെറ്റിയ ഒരു പേഴ്സണായി ചിത്രീകരിച്ച് വേണ്ടാത്ത ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് കറിവേപ്പില പോലെ ആ ഷോയിൽ നിന്ന് പുറത്താക്കി. എല്ലാം ചെയ്ത് പുറത്താക്കിയ ഒരാളെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ചതിയുണ്ടെന്ന് പറഞ്ഞാൽ ചതിയുണ്ട്. ഒന്നെങ്കിൽ സിബിനെ തിരിച്ചു വിളിച്ച് ചാനലിന്റെ മുഖം രക്ഷിക്കുക. നമുക്കറിയാം എന്തുമാത്രം വീഡിയോസ് അല്ലെങ്കിൽ എന്തുമാത്രം ആളുകളുടെ പ്രതിഷേധമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഓടി ഒളിക്കാൻ ഒരു മാർഗം, അതിനായിരിക്കാം സിബിനെ കൊണ്ടുവരുന്നത്. എങ്ങനെയൊക്കെ ആയാലും ഒരിക്കലും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഷോ മുന്നോട്ട് പോകണം, TRP മുന്നോട്ട് പോകണം, അവരുടെ ബിസിനസ്, അത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പുറത്താക്കിയതിലുള്ള അവരുടെ വിഷമമോ സങ്കടമോ ഒരു പ്രായശ്ചിത്തമോ ഒന്നുമായി ഒരു വ്യക്തികളും ഈ വക ഒരു ഉടായ്പിനെയും കാണണ്ട. ഇതിന് പിറകിൽ കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരിക്കും, കൃത്യമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. അത് അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ സിബിൻ എന്ന് പറയുന്ന വ്യക്തി വളരെ സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇനിയും ഒരു ചതിയിൽ ചെന്ന് ചാടരുത്. ഒരു കാര്യം ചോദിക്കട്ടെ, കുറെ ആളുകള് മോഹൻലാൽ ചെയ്ത ഈ പ്രവൃത്തിയെ മഹത്വവൽക്കരിച്ച് ആളൊരു കുറ്റം ചെയ്തിട്ടില്ല, സിബിനാണ് എല്ലാ തെറ്റും ചെയ്തത് എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്സുകൾ ഇട്ട് പല വീഡിയോകളുടെ താഴെ, എന്റെ വീഡിയോയുടെ ഒക്കെ താഴെ വന്ന് കരഞ്ഞു മെഴുകുന്നുണ്ടായിരുന്നു. അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ലാലേട്ടന്റെ മകനായിരുന്നെങ്കിൽ ഇതുപോലെ ചെയ്യുമായിരുന്നോ? ഈ അനീതി ആ വ്യക്തിയോട് മോഹൻലാൽ എന്ന് പറയുന്ന പേഴ്സൺ കാണിക്കുമായിരുന്നോ? ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തുമാത്രം പെയിന്റ് ഒരു വണ്ടിക്ക് കൊണ്ടുവന്ന് അടിച്ചാലും ഈ നടന്ന ഒരു വൃത്തികേടും പെട്ടെന്നൊന്നും ആരും മറക്കാൻ പോകുന്നില്ല. പെട്ടെന്നൊന്നും ചാനലിന്റെ മുഖം വെളുത്ത് വരാൻ പോകുന്നില്ല. ആണം കെട്ട് നാറി നിൽക്കാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് വാഷ്, ഒരു വെളുപ്പിക്കല്. കാരണം ഇങ്ങനെ മാത്രമേ അവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ പറഞ്ഞ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്ന ലാലേട്ടനെ കാണാൻ നല്ല രസാ. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ആരും മറക്കരുത്. പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ.